അപ്പോൾ ഇന്ന് രാത്രി ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതേ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി തേങ്ങ വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ കുട്ടാടെ കടയിൽ നിന്ന് വന്നപ്പോൾ പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്ന വിവരം കുട്ടാറിന് അറിയില്ല കേട്ടോ. സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. അതായത് എന്ന് രാവിലെ ചായക്ക് പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടാട് അത് കഴിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ജിമ്മിന് പോകാൻ തുടങ്ങിയതിന് ശേഷം കുട്ടാറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം പുഴുങ്ങിയതും കോഴിമുട്ട പുഴുങ്ങിയതും വെള്ളച്ചായ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുട്ടാറിനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ പത്തിരിയും ചിക്കൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ രാത്രി അത് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അല്ലുമാണ് കേട്ടോ വിളമ്പി കൊടുക്കണത് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ പത്തിരിയൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് കഴിച്ചാൽ മതി, രണ്ടെണ്ണം കഴിച്ചാൽ മതി, പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടാറിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് അവിടെ തന്നെ കിടന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞ് കളിയൊക്കെ ആയിരുന്നു, നാരായണത്ത് ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ട്. അതായത് ഫുഡ് കഴിച്ച അതേ സ്ഥലത്ത് തന്നെ കിടക്കുന്നത് നാരായണത്ത് ഭ്രാന്തനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഫുൾ ചർച്ചകൾ ഈ നാരായണത്ത് ഭ്രാന്തനെ കുറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പണ്ട് കുട്ടിക്കാലത്ത് അച്ഛമ്മ കുറേ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ അബിക്കും ദിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. ഈ നാരായണത്ത് ഭ്രാന്തൻ്റെ കുറേ കഥകളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നെ കുട്ടാടെ അവിടെ കിടന്നിട്ട് ഉറങ്ങണ സമയത്ത് എന്തൊക്കെയോ പിത്തനകൾ കാട്ടുന്നുണ്ട്. പിന്നെ ഏതായാലും അവൻ്റെ പിത്തനകൾ സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ലിയോയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അബിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലു പിന്നെ ഇപ്പോൾ ഫുൾ ടൈം JCBയിലാണ് കേട്ടോ. എനിക്ക് പിന്നെ കിച്ചണിൽ കുറച്ചും കൂടെ പണികൾ ബാക്കിയുണ്ടായിരുന്നു, ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അവിടെ ഓരോ പണിയിലിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.